സമയം അല്പം അതിക്രമിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആളുകളുടെ ബാഹുല്യം അത്രത്തോളം വലുതാണ്. നേരത്തെ 3:30 സംസ്കാര ശുശ്രൂഷകൾ പൂർത്തിയാക്കി മൃതദേഹം പുറത്തേക്ക് ഇറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയായിരുന്നു പള്ളി അധികൃതരും കുടുംബാംഗങ്ങളും പങ്കുവച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴും പള്ളിക്കകത്ത് അവസാനമായി ഒരു നോക്ക് കാണുവാനുള്ള ആളുകളുടെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് സംസ്കാര ശുശ്രൂഷകൾ പൂർണ്ണതോതിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. പള്ളിക്കകത്തെ വേഗത്തിൽ പൂർത്തിയാക്കി പുറത്തേക്ക് പള്ളിയോട് ചേർന്നുള്ള സെമിത്തേരിയിലേക്ക് മൃതദേഹം അല്പസമയത്തിനകം മാറ്റുമെന്നാണ് ഇപ്പോൾ പള്ളി അധികൃതരും കുടുംബാംഗങ്ങളും അവരുടെ ഭാഗത്തുനിന്നും അറിയാൻ കഴിയുന്നത്. എന്തായാലും വലിയ നോവായി പ്രിയ ആലിൻ ഷെറിൻ എബ്രഹാം മാറുമ്പോഴും പങ്കുവെക്കലിന്റെയും അതോടൊപ്പം തന്നെ ചേർത്ത് നിർത്തലിന്റെയും വലിയൊരു സന്ദേശം കൂടി ആ കുരുന്ന് ലോകത്തിന് കാണിച്ചു നൽകുകയാണ്. ആ കുടുംബം അങ്ങനെ കാണിച്ചു നൽകുകയാണ്. 5 കുരുന്നുകൾക്കാണ് ആലിന്റെ അവയവങ്ങൾ പുനരുജ്ജീവം പകരുക. 2 പേരുടെ ശസ്ത്രക്രിയകൾ ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. കഴിഞ്ഞ 5-ാം തീയതി നടന്ന അപകടത്തിലാണ്, കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുന്നതിനിടയിലുണ്ടായ അപകടത്തിലാണ് കുഞ്ഞിന് ഗുരുതരമായി പരിക്കേൽക്കുകയും പിന്നീട് കഴിഞ്ഞ ദിവസം മരണം സംഭവിക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് കുടുംബം ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കുകയും ചെയ്തത്. അത് കുടുംബത്തിൽ ഇതിന്റെ മുതിർന്ന അംഗം ആലിൻ ഷെറിന്റെ പിതാവിന്റെ പിതാവ് റജി സാമുവാണ് അത്തരത്തിലുള്ള നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത്. കുടുംബാംഗങ്ങൾ സമ്മതിക്കുകയും ഒടുവിൽ അവയവദാനത്തിന് കുടുംബം തീരുമാനമെടുക്കുകയുമായിരുന്നു. തുടർന്ന് പിന്നീട് ഒരു പുതുചരിത്രമായി മാറുകയും ചെയ്തു. സംസ്ഥാനത്തിൽ തന്നെ ആദ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് എന്നൊരു പുതുചരിത്രം രചിച്ച പ്രിയ മകളെ മലയാളം നാടും ലോകത്തുള്ള മലയാളികളെല്ലാം മുഴുവൻ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തായാലും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് ആ തീരുമാനമെടുത്തത് 5 പ്രിയ കുരുന്നുകൾക്കും കുഞ്ഞുങ്ങൾക്കും പുതുജീവൻ. ജോസി ബാബുവാണ് വിവരങ്ങൾ നൽകുന്നത്. സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്ന് ഇപ്പോൾ ആലിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആളുകൾ അങ്ങോട്ടേക്ക് എത്തുകയാണ്. പല പ്രമുഖരായ ആളുകളും വാക്കുകൾ മുഴുമിപ്പിക്കാനാവാതെ അലിനോടുള്ള ആദരാഞ്ജലി അർപ്പിക്കുകയാണ്, അലിനോടുള്ള സ്നേഹം പങ്കുവെക്കുകയാണ്.